സൂപ്പർ ബ്രെയിൻ ചർച്ച തുടരുന്നു. ശ്രീ ആന്റോ ആന്റണി, താങ്കൾക്ക് മറുപടി പറയാം. ഈ എം ഡി രമേശ് വെറുതെ വാചകമടിച്ച് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഈ എൻവയോൺമെൻറ്റ് ഗ്രീൻ ട്രൈബ്യൂണൽ ആറന്മുള എയർപോർട്ടിന് അനുമതി നിഷേധിച്ചത് ഇതിനുവേണ്ടി പഠനം നടത്തിയ ഏജൻസിക്ക് അത് നടത്താനുള്ള യോഗ്യത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ? സംഭവിച്ചത് ഈ പഠനം നടത്തിയ ഏജൻസി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മുഴുവൻ എയർപോർട്ടുകളുടെയും പഠനം നടത്തി റിപ്പോർട്ട് കൊടുത്ത ഏജൻസിയാണ്. കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നു, ഇങ്ങനെയുള്ള ഏജൻസികൾ ഏതെങ്കിലും 4 ഫീൽഡ് മാത്രമേ ഓപ്റ്റ് ചെയ്യാവൂ. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവർ എയർപോർട്ട് വിട്ടിട്ട് മറ്റ് പവർ അടക്കമുള്ള മറ്റ് മേഖലകളിലേക്ക് പോയി. ഇവർ പഠനം നടത്തിയ സമയത്ത് ഇവർക്ക് യോഗ്യത ഉണ്ടായിരുന്നു. ആ കാര്യം പറഞ്ഞുകൊണ്ട് ആദ്യം ഗ്രീൻ ട്രൈബ്യൂണലിൽ വന്ന കേസ് തള്ളുക മാത്രമല്ല, കേസ് കൊടുത്തയാൾ 25,000 രൂപ കോടതി ചെലവോടെ കെട്ടിവെക്കണമെന്ന് പറഞ്ഞു. പിന്നീട് വന്നപ്പോഴാണ് ഈ തിരിച്ചുള്ള വിധി ഉണ്ടായത്. ഞാനത് അവിടെ നിൽക്കട്ടെ, ആ വിധി അങ്ങനെ തന്നെ മാനിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? ഈ കമ്പനി പുതിയതായിട്ട് എൻവയോൺമെൻറ്റ് ക്ലിയറൻസിന് അപ്ലൈ ചെയ്തു. വേണു, ഞാൻ രേഖാമൂലം പറയുന്നു, ഓഗസ്റ്റ് 2016 എൻവയോൺമെൻറ്റിൽ ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തു. ഡിഫൻസിൻ്റെ അപ്രൂവൽ 2016 മാർച്ചിൽ അനുമതി ഈ കമ്പനിക്ക് വീണ്ടും കൊടുത്തു. പ്രൈം മിനിസ്റ്റർ നേരിട്ട് മോണിറ്റർ ചെയ്യുന്ന പദ്ധതിയിൽ കേരളത്തിൽ പെടുത്തിയിരിക്കുന്ന ഏക പദ്ധതിയായി ഈ പദ്ധതി ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ ഒരു വശത്ത് സമരം, മറുവശത്ത് അനുമതികൾ, ഇതെല്ലാം ചെയ്യുന്നതിന് യാതൊരു മടിയും കാണിക്കാത്ത ആളുകളാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. എനിക്ക് ഇപ്പോൾ ആറന്മുള എയർപോർട്ട് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എവിടെ എയർപോർട്ട് വന്നാലും ഞാൻ പിൻവന്നേക്കും. പക്ഷേ ഈ സമരവും അനുമതിയും ഈ യൂട്ടേൺ അടിയും ഈ കബളിപ്പിക്കലെല്ലാം ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിച്ചുകൊണ്ട് പോകരുത്. ഞാൻ LDF ഗവൺമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആദ്യം ഈ പദ്ധതിക്ക് അനുമതി കൊടുത്ത അവർ പിന്നീട് സമരരംഗത്ത് വന്ന അവർ. ശ്രീ രമേശ് മറുപടി പറഞ്ഞോളൂ. ശ്രീ രമേശ്, ഒറ്റ ചോദ്യം ആന്റോണി. സുപ്രീം കോടതിയിൽ നിങ്ങളുടെ കമ്പനി ചെന്നൈയിലെ ഗ്രീൻ ട്രിബ്യൂണൽ വിധിക്കെതിരായിട്ട് സുപ്രീം കോടതിയിൽ നിങ്ങളുടെ കമ്പനി അപ്പീൽ പോയി. ആ അപ്പീൽ പോയ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്, കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം സ്വീകരിച്ച സത്യവാങ്മൂലം എന്താ, നിലപാടെന്താ? ആന്റണി എന്താ അത് ബോധപൂർവം വിസ്മരിച്ച് കളഞ്ഞത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ ചൂണ്ടിക്കാണിച്ചത് ഞാനും സമ്മതിച്ചല്ലോ. വ്യോമയാന മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി ഇങ്ങനെ ഉത്തരവിറക്കിയപ്പോൾ ആ ഉത്തരവിനെതിരായിട്ട് വ്യോമയാന മന്ത്രാലയം പ്രസിദ്ധീകരിച്ച പത്രക്കുറിപ്പുണ്ട്. ഞങ്ങളത് പ്രസിദ്ധീകരിച്ചതാണ്, വ്യോമയാന മന്ത്രാലയം പ്രസിദ്ധീകരിച്ചതാണ്. അതെന്താ ആന്റണി കാണാതെ പോയത്? മൂന്നാമത്തെ കാര്യം, ഈ ഇവിടെ പറയുന്ന പാരിസ്ഥിതിക അനുമതിക്ക് വേണ്ടി വീണ്ടും ഒരു അപേക്ഷ വരുന്നു. നോർമൽ കേസിൽ ഒരു അപേക്ഷ വന്നാൽ പരിഗണിക്കണം മന്ത്രാലയം, പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല, കോടതിയിൽ ചോദ്യം വരും. അതുകൊണ്ട് പരിഗണിച്ച സമയത്ത് പരിസ്ഥിതി മന്ത്രാലയം വീണ്ടും പത്രക്കുറിപ്പിറക്കി, ആറന്മുള വിമാനത്താവളത്തോട് കേന്ദ്ര ഗവൺമെന്റിന് നിലപാടില്ല, യോജിപ്പില്ല എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. പ്രകാശ് ജാവ്ദേക്കർ പത്തനംതിട്ട വന്നിട്ടാ പറഞ്ഞത്. അതൊക്കെ കാണാതെ പോകുന്നത്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട്. ആറന്മുള വിമാനം അല്ല, ഒറ്റ ഒരു കാര്യം കൂടി യോജിപ്പിക്കാം. നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ എന്തോ കൃത്രിമത്വം നടത്തി വിമാനത്താവളത്തിന് അനുമതി നിഷേധിച്ചു എന്ന്. ഞങ്ങളവിടെ സമരം നടത്തി, സമരത്തിനുണ്ടായിരുന്നു. നിങ്ങളുടെ KPCC പ്രസിഡന്റിന്, നിങ്ങളുടെ അന്നത്തെ KPCC പ്രസിഡന്റ് ആ സമരമുഖത്തുണ്ടായിരുന്നു. അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ആന്റണിക്ക് സാധിച്ചിട്ടില്ല. പിന്നെയാണോ ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ? ഞങ്ങൾ അവിടെ നിൽക്കട്ടെ. എന്തിനാണ് ആറന്മുള വിമാനത്താവളത്തിനെതിരായിട്ട് നിങ്ങളുടെ പാർട്ടിക്കാർ പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല? നിങ്ങളുടെ മന്ത്രി, നിങ്ങളുടെ ഭരണത്തിന് കീഴിൽ ഡിഫൻസിന്റെ പെർമിഷൻ രേഖാമൂലം കിട്ടിയതിന്റെ ഡേറ്റാ ഞാനിവിടെ പറഞ്ഞത്. മാർച്ച് 2016 എൻവയോൺമെന്റ് ഇൻ പ്രിൻസിപ്പൽ ലൈസൻസ് കൊടുത്തതിന്റെ ഡേറ്റാ ഞാൻ പറഞ്ഞത്. റെക്കോർഡിക്കലാണ്, വാചകം അടിക്കുകയല്ല. ഓഗസ്റ്റ് 2016 പ്രൈം മിനിസ്റ്റർ മോണിറ്റർ ചെയ്യുന്നതിൽ കേരളത്തിലുള്ള ഒറ്റ പദ്ധതിയായിട്ട് പെടുത്തിയത് ആറന്മുളയാണ്. ഇത് രേഖാമൂലമുള്ള റെക്കോർഡാ, വാചകം അടിക്കുകയല്ല. അപ്പം പ്രസ്താവനയിൽ എന്ത് കാര്യം? എൻ്റെ രമേശേ, ഏത് മന്ത്രി വന്ന് പ്രസ്താവന എടുത്താലും നിങ്ങളുടെ ഗവൺമെന്റ് തീരുമാനങ്ങളുടെ ഡേറ്റും റെക്കോർഡുമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഈ പ്രസ്താവനയും ഈ അല്ലല്ലോ, ഒരു നിമിഷം, ഈ സർക്കാരും പറയുകയാണ്, അല്ല ശ്രീ എം ടി രമേശ്, ഇവിടെ ഈ സർക്കാരും പറയുകയാണ് പൊതു താല്പര്യത്തെ ഹനിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല. അങ്ങനെ മന്ത്രിമാർക്ക് പറയാം. അങ്ങനെ മന്ത്രിമാർ പറഞ്ഞാൽ താങ്കൾക്ക് ഈ ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാർ നടത്തിയിരിക്കുന്ന നീക്കത്തിൽ ഒരു പാക പിഴവും ഉണ്ടാകില്ല എന്ന നിലപാടെടുക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. നിങ്ങളപ്പോൾ ഈ സർക്കാരിനെ, പ്രതികരിക്കുന്ന മന്ത്രിമാരെ
നിങ്ങൾ സംശയത്തിന്റെ നിഴലിൽ തന്നെ നിർത്തും. അതേ ശ്രീ ആന്റോ ആന്റണിയും ചെയ്തിട്ടുള്ള. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ രാജു എബ്രഹാം എം എൽ എ, രമേശ് ചോദിച്ച 2 ചോദ്യങ്ങളുണ്ട്. രാജമാണിക്യത്തിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് എന്ത്? പിന്നെ 2, ഒത്തുതീർപ്പ് വ്യവസ്ഥയിലേക്ക് പോയാൽ ആ വ്യവസ്ഥ എന്ത്? രമേശ് ഞാൻ വരാം. വേണു, രാജമാണിക്യ റിപ്പോർട്ട് ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് നമ്മൾ എന്തിനാ ഒരു തർക്കം ഉണ്ടാക്കുന്നത്? അത് ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലുള്ള റിപ്പോർട്ടല്ലേ. ആ റിപ്പോർട്ട് ഹൈക്കോടതി സ്ക്വാഷ് ചെയ്യുകയാണെങ്കിൽ മാത്രമല്ലേ അത് ഇല്ലാതാവുന്നുള്ളൂ. അപ്പോൾ അത് സംബന്ധിച്ച് നമുക്കൊരു തർക്കം വേണ്ട. രണ്ടാമത്, ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടി? ഒത്തുതീർപ്പ് സതുദ്ദേശപരമാണോ? ഇതൊക്കെ നമ്മൾ നോക്കിയാൽ പോരെ. ഇനി ഒത്തുതീർപ്പാണോ അതോ കോടതി വിധിയാണോ വരാനിരിക്കുന്ന കാര്യമല്ലേ? അല്ലല്ലോ, രാജമാണിക്യത്തിന്റെ കാര്യത്തിൽ ഹരീന്ദ്രനാഥിന്റെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ്, നിയമ സെക്രട്ടറിയുടെ. എന്ന് മാത്രമല്ല, നിയമ സെക്രട്ടറി ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ ആദ്യം അതിനെ പിന്തുണച്ച് രംഗത്ത് വന്നത് ആരാണ്? ശ്രീ രാജു എബ്രഹാം ഹാരിസൺ ആണ്. ഹാരിസൺ മലയാളം കമ്പനിയുടെ ലീഗൽ വൈസ് പ്രസിഡന്റ് വേണുഗോപാൽ ഈ നിയമ സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഞങ്ങളുടെ വാദങ്ങളെ അംഗീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഈ നിയമ സെക്രട്ടറി വക്കാലത്തെടുത്തിരിക്കുന്നത്? നിയമ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അതിനകത്ത് അപാകതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് പരിശോധിക്കട്ടെ. അതിനകത്തൊന്നും ഒരു തർക്കമുള്ള കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുമ്പേ CR സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ 50 ലക്ഷത്തിലധികം ഹാരിസൺ ഭൂമിയെ സംബന്ധിച്ച് ഒരാശങ്കയും വേണ്ട. ഇന്നിപ്പോൾ വേണു അത് ചർച്ചയ്ക്കകത്ത് സൂചിപ്പിച്ചിരുന്നു. ഒരാശങ്കയും വേണ്ട. ഇത് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇതിന് നിയമപരമായ എല്ലാ പഴുതുകളും കഴിഞ്ഞ് ഈ ഭൂമി സർക്കാരിൻ്റേതാകുമ്പോൾ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കും. പ്ലാന്റേഷൻ നിലനിർത്തേണ്ട പ്ലാന്റേഷൻ നിലനിർത്തും. ഭൂമി ഇല്ലാത്തവർക്ക് കൊടുക്കേണ്ട ഭൂമി അവർക്ക് കൊടുക്കും. വികസന പദ്ധതികൾ കൊണ്ടുവരേണ്ട ഭൂമി ആ നിലയിൽ കൊടുക്കും. അതല്ലാതെ ഇതെല്ലാം ഹാരിസിന് കൊടുക്കുന്ന ഒരു സമീപനം ഈ സർക്കാർ ഒരിക്കലും സ്വീകരിക്കില്ല. പക്ഷേ നിയമപരമായ പോരാട്ടങ്ങൾ നമുക്കൊരു പദ്ധതിയാണ് പ്രഖ്യാപിക്കുന്നത്, നടപ്പിൽ വരുത്തുകയാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ അതിനകത്തൊരു കാലഗണനയുടെ പ്രശ്നമുണ്ട്. നിയമക്കുരുക്കിൽ കിടക്കുന്ന ഒരു സ്ഥലം തന്നെ നാം എന്തിനു നിശ്ചയിക്കണം? അങ്ങനെ വരുമ്പോൾ ഇത് നോക്കൂ, ശ്രീ രമേശ് പറയുന്നൊരു കാര്യമുണ്ട്. ഒത്തുതീർപ്പ് വ്യവസ്ഥ പല രൂപത്തിൽ വരാം. ഇപ്പോൾ ഹൈക്കോടതി ഒരു ഉത്തരവിട്ടാൽ അത് ചെറുവള്ളി എസ്റ്റേറ്റിന് അനുകൂലമാണെങ്കിൽ നിങ്ങൾ അവിടെ നിയമയുദ്ധം അവസാനിപ്പിക്കുമോ? അങ്ങനെയല്ലല്ലോ എതിർകക്ഷികൾ ചെയ്യുന്നത്. ഇത് പരമാവധി നീട്ടിക്കൊണ്ടുപോകും. മാത്രമല്ല, വിവിധ ലാൻഡ് ട്രൈബ്യൂണലുകളിലൊക്കെ എത്രയോ കാലമായി നടക്കുന്ന നിയമയുദ്ധമാണിത്. ഇത് എത്ര കാലം വേണമെങ്കിലും നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നു വലിയൊരു വിഭാഗം ഭൂമി തോട്ടം കൈവശം വെച്ചിരിക്കുന്ന ഈ പറയുന്ന ഹാരിസൺ പോലെയുള്ള ഭൂമി കൊള്ളക്കാർ. അവരത് നീട്ടി കൊണ്ടുപോവുകയാണ്. സർക്കാർ ചില കാര്യങ്ങൾ വേഗത്തിൽ തീർപ്പാക്കാൻ പോകുന്നു. ഈ കാര്യത്തിൽ ഹൈക്കോടതി ഒരു തീരുമാനം പറയട്ടെ, അപ്പോൾ തന്നെ നമുക്കത് ചെറുവള്ളി ഇനി ബിലീവേഴ്സ് ചർച്ചിനാണെങ്കിൽ ഓക്കെ, ഞങ്ങളത് സമ്മതിച്ചു, ഇനിയിപ്പോൾ നമുക്ക് നീക്കുപോക്കിലേക്ക് പോകാം. ഇങ്ങനെ നിലപാടുണ്ടോ? ഇല്ല. ആദ്യം വേണം ഉന്നയിച്ച ചോദ്യം, വിവാദങ്ങൾ ഉണ്ടാവുന്ന ഭൂമി എന്തിനു പരിഗണിക്കണം? നമുക്ക് ചെറുവള്ളി ആണെങ്കിലും ലാഹയാണെങ്കിലും കല്ലേലി ആണെങ്കിലും അല്ലെങ്കിൽ കുമ്പഴ എസ്റ്റേറ്റ് ആണെങ്കിലും എല്ലാം ഈ തർക്കത്തിലുള്ള ഭൂമികൾ. ഇവിടെ ഭൂമിയുള്ളൂ. നമുക്ക് ധാരാളം ആളുകളെ കുടിയൊഴിപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് പോകണമോ? ഈ സർക്കാരിന് താല്പര്യമില്ല. അതുപോലെ തന്നെ വലിയ പണം കൊടുത്ത് ഭൂമി വാങ്ങേണ്ടതായിട്ട് വരും. ഇപ്പോൾ കണ്ണൂർ എയർപോർട്ട്, കോഴിക്കോട്, തിരുവനന്തപുരം ഒക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്കല്ല നമ്മൾ പോണത്. വിവാദം ഉണ്ടെന്നുള്ളത് ശരിയാണ്. ആ വിവാദം ഇല്ലാതാക്കി സർക്കാരിനും സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത രൂപത്തിൽ ഏറ്റവും സുതാര്യമായി ഈ ഭൂമി നമുക്ക് കിട്ടണം. വേറെ ഭൂമി നമുക്കില്ല കേരളത്തിൽ. വേറെ എവിടെയാണ് നമുക്ക് ഈ പ്രശ്നമില്ലാതെ ഭൂമി കിട്ടുക? അതാണ് നമ്മുടെ പ്രശ്നം. അത് മാത്രമേ പ്രശ്നമുള്ളൂ. കണ്ണൂരിന്റെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, കണ്ണൂരിൽ ഒരു കൊല്ലമായി ഒരു പണിയും നടക്കുന്നില്ല. ശ്രീ രാജു എബ്രഹാം, നിങ്ങൾ ഈ പുതിയ വിമാനത്താവളങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ കണ്ണൂരിൽ ഒരു കൊല്ലമായി ഒരു പണിയും നടക്കുന്നില്ല. ഇത് വെറും ആരോപണമല്ല. ഒരു പണിയും അവിടെ നടക്കുന്നില്ല. തർക്കങ്ങളാണ് നടക്കുന്നത്. പക്ഷേ അവിടെ പ്രത്യേക നിയമനങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേക താല്പര്യത്തോടെ. നല്ല കാര്യം. ഉപശാലകളിലേക്ക് പോകുമ്പോൾ ഒരു കാര്യത്തിൻ്റെ ഉപശാലയിലേക്ക് മാത്രമല്ല നാം കണ്ണോടിക്കേണ്ടത്. ശ്രീ ഫാദർ സിജോ പന്തപ്പള്ളിൽ, ഇവിടെ ഈ ഹൈക്കോടതി ഉത്തരവ് നിങ്ങൾക്ക് എതിരാകുന്നു എന്നിരിക്കട്ടെ, നിങ്ങൾ എന്ത് ചെയ്യും? വേണു കൃത്യമായ അതിനെതിരെ അപ്പീൽ പോകും. ഞാൻ 1-2 കാര്യം കൂടെ പറയാൻ വേണ്ടി കഴിഞ്ഞല്ലോ ശ്രീ രാജു എബ്രഹാം അപ്പീൽ പോകും. നിങ്ങൾ ചെയ്യണം. ശ്രീ രാജു എബ്രഹാം നിങ്ങൾ ചെയ്യണം. അവിടെ ഇപ്പോൾ ഭൂമി കിട്ടി, നല്ല സ്ഥലമാണ്, കുടിയൊഴിപ്പിക്കേണ്ട. അല്ല, ഒരു നിമിഷം, കുടിയൊഴിപ്പിക്കേണ്ട.
ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അവിടെ അവർ പറയുകയാണ് ഞങ്ങൾക്കെതിരാണ് ഈ വിധിയെങ്കിൽ ഞങ്ങൾ അപ്പീൽ പോകും. ഇതാണ് രണ്ട് താല്പര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഉദ്ദേശിക്കുന്നത് ഞങ്ങള് പൈസ കൊടുത്ത് വാങ്ങിയ സ്ഥലമാണ്. ഈ ബി ജി ഹരീന്ദ്രനാഥ് നിയമ സെക്രട്ടറി പറഞ്ഞിരിക്കുന്ന ഈ കണ്ടുപിടുത്തം ഒന്നും പുതിയതല്ല. ഞങ്ങൾക്ക് അനുകൂലമായ കോടതി വിധി തന്നിരിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കോടതി വളരെ വ്യക്തമായ ആ വിധിയിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഇതൊന്നും പുതിയ കണ്ടുപിടുത്തങ്ങളല്ല. വേണു പറഞ്ഞതുപോലെ മരം മുറിക്കാൻ വേണ്ടി മാത്രമല്ല, ഗവൺമെൻറ് ലാൻഡ് ആണെന്ന് സ്പെഷ്യൽ പ്ലീഡർക്ക് ഒരു ഡോക്യുമെന്റും കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള വളരെ വ്യക്തമായി 2012 വിധിയിൽ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. 2015 വിധി വെച്ച് നമുക്ക് സംസാരിക്കാം. മാത്രമല്ല ഫാദർ സിജോ പന്തപ്പള്ളി ഒരു കാര്യം കൂടി, നിങ്ങൾ ഈ ഹാരിസണിൽ നിന്ന് വാങ്ങിയതാണല്ലോ ഈ ഭൂമി 2015. അങ്ങനെ ഈ ഹാരിസന്റെ എല്ലാ രേഖകളും നിയമപരമായി നിങ്ങൾ പരിശോധിക്കുകയും നിങ്ങൾക്ക് ഉത്തമ ബോധ്യം വരികയും ചെയ്തതാണോ? കാരണം 2015 ഹൈക്കോടതിയിലെ വിധിയിൽ പറയുന്ന 2005 നിങ്ങൾ വാങ്ങിയത്, അതല്ല ചോദിക്കുന്നത്. 2015 വിധി പറയുമ്പോൾ ഹൈക്കോടതിയുടെ വിധിയിൽ പറയുന്നത് ഒരു വിദേശ കമ്പനിക്ക് ഭൂപരിഷ്കരണ നിയമപ്രകാരം കുടിയാനാകാൻ കഴിയില്ല. അപ്പോൾ അവിടെ നിന്നൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഇത് സ്വന്തമാക്കിയത് ഈ 2005? കാരണം ഇപ്പോഴും വസ്തു നികുതി അടയ്ക്കുന്നത് ആരാണ്? വിദേശികളുടെ പേരിലാണ്. ഈ കയ്യേറി വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ വസ്തു നികുതി, പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കുന്നത് വിദേശ കമ്പനികളുടെ പേരിലാണ്. അപ്പോൾ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഇത് സ്വന്തമാക്കിയെന്ന് പറയുന്നത്? വേണു അങ്ങ് കറക്റ്റല്ല, വേണു പറഞ്ഞത് കറക്റ്റല്ല. 2012 വിധി പ്രകാരം അതാണ് ലാസ്റ്റ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിധി. 2005 ഞങ്ങളിത് വാങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഹാരിസൺ തന്ന ജന്മാവകാശത്തിൻ്റെ കോപ്പിയും ആധാരത്തിൻ്റെ കോപ്പിയും വളരെ വ്യക്തമായി പരിശോധിച്ച് അത് സത്യസന്ധമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കാരണമാണ് ഞങ്ങളിത് വാങ്ങിച്ചത്. ഇനി അതിൻ്റെ അകത്ത് വേറെ വല്ല തെറ്റിദ്ധാരണകളുണ്ടോ അല്ലെങ്കിൽ അത് ഫോർജ് ചെയ്താണെന്നുള്ളതൊക്കെ കണ്ടുപിടിക്കപ്പെട്ട കാര്യം കണ്ടുപിടിച്ചാൽ അത് വേറൊരു കാര്യം. പക്ഷേ നിലവിൽ ഞങ്ങളിത് മുഴുവൻ കോടതിയിൽ കൊടുത്ത് കോടതി സൂക്ഷ്മമായി അതിനെ പരിശോധിച്ച് ഇത് വ്യക്തമായ ആധാരമാണ്, വ്യക്തമായ ജന്മാവകാശം ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2012 ഗവൺമെൻറ്റിന് ഈ സ്ഥലത്തിൽ യാതൊരു അധികാരവും ഇല്ല എന്ന് പറഞ്ഞ് കോടതി വിധി പറയുന്നത്. ഇല്ലില്ല, 2015 കണ്ടോ ബിലീവേഴ്സ് ചർച്ച് 2005 വാങ്ങി 2012 കഥയും പറഞ്ഞിരിക്കുകയാണ്. 2013 ഈ പറയുന്ന ഭൂസംരക്ഷണ നിയമപ്രകാരമുള്ള നടപടികളിലേക്ക് പോകുന്ന സർക്കാർ ഈ സ്പെഷ്യൽ ആളെ വെക്കുന്നത്, 2015 ആ റിപ്പോർട്ട് കൊടുക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അനുകൂല വിധി വരുന്നത്. അപ്പോൾ ഇത് ഈ പറയുന്ന 2012 കൊണ്ടുപോകുന്നത് അവരുടെ താല്പര്യമാണ്. പക്ഷേ സർക്കാർ അവസാനമായി ശ്രീ സി ആർ നീലകണ്ഠൻ 2012 അവർക്ക് താല്പര്യമുള്ള പോയിന്റാണ്. ഏതാളും അവനവന് പറ്റുന്ന പോയിന്റിലെ വാദിക്കുക. അതിനുശേഷം വളരെ ഒരുപാട് വെള്ളം പമ്പയിൽ ഒഴുകിപ്പോയിട്ടുണ്ട്. ഇവിടെ പ്രശ്നം രാജമാണിക്യം റിപ്പോർട്ടിനെ മറികടക്കാൻ ഹരീന്ദ്രനാഥ് റിപ്പോർട്ടിനെ കൊണ്ട് നടക്കുമെന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷെ അത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നേരത്തെ വേണു പറഞ്ഞ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അനുസരിച്ച് മുതൽക്കുള്ള നിരവധി ചോദ്യങ്ങൾ. ഇപ്പോൾ ജന്മം പറഞ്ഞു, ഏത് ജന്മാവകാശമാണ് ഹാരിസണ് ആ ഭൂമിയിലുള്ളത്? രാജു അബ്രഹാമിനോ കേരളത്തിലെ സർക്കാരുകൾക്കോ ആന്റോ ആന്റണിക്കോ പറയാൻ പറ്റുമോ അവരുടെ ജന്മാവകാശം അവർ കൈമാറിയത്? ജന്മാവകാശമാണ് ഒരു വിദേശ കമ്പനിക്ക് ഇന്ത്യൻ ഭൂമിയിലുള്ളത്? ശരി, എനിക്ക് സമയം കഴിയുകയാണ്. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.